ഇനി നമുക്ക് കുറച്ച് സിമ്പിൾ റിസൾട്ടുകളാവാം. ആദ്യത്തത്, ഒരു വെക്റ്റർ സ്പേസിലെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി യുണീക്ക് ആയിരിക്കും. അതായത് വെക്റ്റർ സ്പേസിലെ അഡീഷൻ ആ വെക്റ്റർ സ്പേസിന് ഒരു അബേലിംഗ് ഗ്രൂപ്പാക്കി മാറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡീഷൻ അവിടെ ആ വെക്റ്റർ സ്പേസിൽ ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് വേണ്ടേ. ആ ഐഡൻറ്റിറ്റി എലമെൻറ്റിനെയാണ് നമ്മൾ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് വിളിക്കുക. അത് യുണീക്ക് ആയിരിക്കും, ഒന്നേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രൂഫുകൾ സ്വന്തം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ ഇവിടെ പ്രൂവ് ചെയ്യാം. ഇവിടെ കോൺട്രഡിക്ഷൻ മെത്തേഡിൽ നമുക്കിത് പ്രൂവ് ചെയ്യാവുന്നതാണ്. വളരെ ഈസി പ്രൂഫാണ്. അപ്പോൾ അങ്ങനെയല്ല, സപ്പോസ് ഒരു വെക്റ്റർ സ്പേസിൽ 2 അഡിറ്റീവ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ട് വിചാരിക്കുക. ക്ലിയർ ആണല്ലോ? ഒരു വെക്റ്റർ സ്പേസിൽ ഞാൻ ഇവിടെ എഴുതാം. അതായത് ഒരു വെക്റ്റർ സ്പേസിന് 2 അഡിറ്റീവ് ഐഡൻറ്റിറ്റീസ് ഉണ്ട് വിചാരിക്കുക. ഒന്ന് നമ്മൾ 0 എന്ന് വിളിക്കാം, മറ്റേ 0' എന്ന് വിളിക്കാം. അപ്പോൾ ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ് കേട്ടോ. 0 ≠ 0'. അങ്ങനെ അസ്യൂം ചെയ്താൽ നമ്മൾ പറയും അതൊരു കോൺട്രഡിക്ഷനിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ അസംഷൻ ഒരു കോൺട്രഡിക്ഷനിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ അസംഷൻ തെറ്റാണ്. ഒരു വെക്റ്റർ സ്പേസിന് അങ്ങനത്തെ 2 വ്യത്യസ്ത ഐഡൻറ്റിറ്റീസ് ഉണ്ടാവില്ല എന്നാണ്. അങ്ങനെ നമുക്കിതിന് പ്രൂഫാവും. ഓക്കെ, അപ്പോൾ ആ കോൺട്രഡിക്ഷനിലേക്ക് എത്തിക്കാം. ഈ കോൺട്രഡിക്ഷൻ എന്താ വരിക അറിയോ? 0 = 0' ഞാൻ പ്രൂവ് ചെയ്യും അല്ലേ. 0 ≠ 0' എന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മളെന്ത് പ്രൂവ് ചെയ്യും? 0 = 0' എന്നും പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോൺട്രഡിക്ഷനായില്ലേ. നമുക്ക് പ്രൂവ് ചെയ്തിട്ട് നോക്കാം. സോ ഞാൻ തുടങ്ങട്ടെ. സോ ഞാൻ 0 തുടങ്ങി. ഞാൻ ഇതിന് ശരിയാണോ നോക്കൂ. 0 = 0 + 0' എഴുതാൻ പറ്റുമോ? പറ്റും. കാരണം എന്താ? ഞാൻ ഈ 0നോട് ആഡ് ചെയ്തത് എന്താണ്? 0' ആണ്. 0' ഈ വെക്റ്റർ സ്പേസിലെ ഐഡൻറ്റിറ്റി എലമെൻ്റ് അല്ലേ, അഡിറ്റീവ് ഐഡൻറ്റിറ്റി അല്ലേ. അപ്പോൾ ആ ഐഡൻറ്റിറ്റി എലമെൻറ്റ് 0നോട് ആഡ് ചെയ്താൽ ഉത്തരം മാറുമോ? ഇല്ല, ഇതേ ഉത്തരം തന്നെ കിട്ടും അല്ലേ. കാരണം ഇതിനോട് ആഡ് ചെയ്തത് ഈ 0' ആരാണ്? ഐഡൻറ്റിറ്റി എലമെൻറ്റാണ്. അത് ആഡ് ചെയ്താൽ ഉത്തരം മാറില്ല. യു വിൽ ഗെറ്റ് 0 itself. ഇത് കറക്റ്റാണ്. ഇനി ഇതിനെങ്ങനെ എഴുതാൻ പറ്റുമോ? 0' + 0 എന്ന് എഴുതാൻ പറ്റുമോ? പറ്റും. കാരണം അഡീഷൻ കമ്മ്യൂട്ടേറ്റീവാണ്. അപ്പോൾ തിരിച്ചിട്ട് എഴുതി, അത്രേ ഉള്ളൂ. ഇനി ഇതിന് = 0' എഴുതാൻ പറ്റുമോ? ആലോചിച്ചു. പറ്റും. കാരണം എന്താ? ഇവിടെ 0' ഞാൻ ആരാണ് ആഡ് ചെയ്തത്? 0 ആണ് ആഡ് ചെയ്തത്. 0 എന്ന് പറഞ്ഞാൽ എന്താ? അതും ഈ വെക്റ്റർ സ്പേസിലെ ഐഡൻറ്റിറ്റി എലമെൻ്റാണ്. ഐഡൻറ്റിറ്റി എലമെൻ്റ് ആഡ് ചെയ്യുമ്പോൾ ഉത്തരം മാറുമോ? ഇല്ല, നിങ്ങൾക്ക് 0' ഉത്തരം കിട്ടും. അപ്പോൾ ഇതും കറക്റ്റാണ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടി 0 = 0' എന്ന് കിട്ടിയില്ലേ. ഇവിടെ 0 ≠ 0' എഴുതുന്നു. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? 0 = 0'. അത് കോൺട്രഡിക്ഷനാണ്. അപ്പോൾ ഈ അസംഷൻ തെറ്റാണ്. അപ്പോൾ ഒരു വെക്റ്റർ സ്പേസിന് ഇങ്ങനെ 2 വ്യത്യസ്ത അഡിറ്റീവ് ഐഡൻറ്റിറ്റീസ് ഉണ്ടാവില്ല, ഒരൊറ്റ അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ടാവുള്ളൂ. ആ അഡിറ്റീവ് ഐഡൻറ്റിറ്റിനെ നമ്മൾ എപ്പോഴും ഡിനോട്ട് ചെയ്യുക ഈ 0 എന്ന് പറഞ്ഞ സിമ്പിൾ ഉപയോഗിച്ചിട്ടാട്ടോ. യെസ്, വെക്റ്റർ സ്പേസിലെ അഡിറ്റീവ് ഐഡൻറ്റിറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക ഈ സിമ്പിൾ വെച്ചിട്ടാണ്. 0 എന്ന സിമ്പിൾ വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞോ എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. ഓക്കെ, അടുത്ത റിസൾട്ട് അഗെയിൻ വെക്റ്റർ അഡീഷൻ വെക്റ്റർ സ്പേസിനെ വലിയ ഗ്രൂപ്പാക്കി മാറ്റുന്നതുകൊണ്ട് വെക്റ്റർ സ്പേസിൽ ഏതൊരു എലമെൻറ്റ് എടുത്താലും അതിന് അഡീഷൻ പ്രകാരം ഒരു ഇൻവേഴ്സ് ഉണ്ടാവും. അതിനാണ് നമ്മൾ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുക. ആ അഡിറ്റീവ് ഇൻവേഴ്സും യൂണീക്ക് ആയിരിക്കും. അതായത് വെക്റ്റർ സ്പേസിൽ ഒരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സായിട്ട് ഒരേ ഒരാളെ ഉണ്ടാവുള്ളൂ. ഇഷ്ടംപോലെ അഡിറ്റീവ് ഇൻവേഴ്സസ് ഉണ്ടാവില്ല ഒരു എലമെൻറ്റിന് എന്നുള്ളതാണ്. സോ അത് നമുക്ക് പ്രൂവ് ചെയ്യാം. ഇതും കോൺട്രഡിക്ഷൻ ടെക്നിക്കാണ്. ഇവിടെ ഞാൻ ഒരു വെക്റ്റർ സ്പേസിൽ ഒരു എലമെൻറ്റ് എടുത്തിട്ട് അതിന് ഒന്നിൽ കൂടുതൽ, അതായത് 2 അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യും. അപ്പോൾ അതൊരു കോൺട്രഡിക്ഷനിലേക്ക് എത്തുന്നു പറയും. ഞാൻ ഇവിടെ എഴുതാം. അതായത് ഒരു വെക്റ്റർ സ്പേസിലെ ഒരു എലമെൻറ്റ് വിക്ക് 2 അഡിറ്റീവ് ഇൻവേഴ്സസ് ഉണ്ട് വിചാരിക്കുക. ഒന്ന് നമ്മൾ W എന്ന് വിളിക്കും, മറ്റേ W' എന്ന് വിളിക്കും. രണ്ടും ഡിഫറെൻ്റ് ആട്ടോ. W ≠ W'. ഇങ്ങനെ ഒരു വെക്റ്റർ സ്പേസിലെ ഒരു എലമെൻറ്റ് വിക്ക് 2 ഡിഫറെൻറ്റ് അഡിറ്റീവ് ഇൻവേഴ്സസ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. നമ്മൾ പ്രൂവ് ചെയ്യും ഈ അസംഷൻ ഒരു കോൺട്രഡിക്ഷനിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ അസംഷൻ തെറ്റാണെന്നല്ലേ. അതായത് ഇങ്ങനെ ഒരു എലമെൻറ്റിന് 2 അഡിറ്റീവ് ഇൻവേഴ്സസ് ഉണ്ടാവില്ല എന്ന്, അതായത് അഡിറ്റീവ് ഇൻവേഴ്സ് യൂണീക്ക് ആയിരിക്കും എന്നാവും. ക്ലിയർ ആണല്ലോ? ഞാൻ പ്രൂവ് ചെയ്യാം. നിങ്ങൾ പോസ്റ്റ് ചെയ്ത് സ്വന്തമായിട്ട് പ്രൂവ് ചെയ്തു കേട്ടോ. അതായത് ഇവിടെ കോൺട്രഡിക്ഷൻ കിട്ടുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ W ≠ W' എന്നാണ് അസ്യൂം ചെയ്തത്. പക്ഷേ നമ്മൾ പ്രൂവ് ചെയ്യും W = W' എന്നും പ്രൂവ് ചെയ്യും. അപ്പോൾ കോൺട്രഡിക്ഷനിലായാലോ, കോൺട്രഡിക്ഷനിലേക്ക് എത്തിയല്ലോ. ഓക്കെ, പോസ്റ്റ് ചെയ്ത് സ്വന്തം ട്രൈ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ തുടങ്ങട്ടെ. ഞാൻ തുടങ്ങുകയാണ്. W എന്ന് തുടങ്ങി. W = ഞാൻ ഇതിനെ ശരിയല്ലേ നോക്കൂ. W = W + 0 എന്ന് എഴുതാൻ പറ്റുമോ? പറ്റും. 0 എന്ന് പറഞ്ഞാൽ എന്താ? വെക്റ്റർ സ്പേസിലെ അഡീഷൻ്റെ ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് W ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരമൊന്നും മാറില്ല. യു വിൽ ഗെറ്റ് W തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, സോ നൗ ദിസ് ഈസ് ഈക്വൽ ടു, അടുത്ത ശരിയാണ് നോക്കൂ. ഈ 0ക്ക് പകരം ഞാൻ V + W' എഴുതി. ശരിയാണോ? ആലോചിച്ച് നോക്കൂ. 0ക്ക് പകരം ഇത് എഴുതാൻ പറ്റുമോ? പറ്റും. കാരണം എന്താ? W' എന്ന് പറഞ്ഞാൽ എന്താ? വിൻ്റെ W' എന്ന് പറഞ്ഞത് വിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ്. അപ്പോൾ അത് വിനോട് ആഡ് ചെയ്താൽ നമുക്ക് 0 കിട്ടൂലേ
അല്ലേ? അഡിറ്റീവ് ഇൻവേഴ്സ് ആഡ് ചെയ്യും, ഒരു എലമെൻറ്റും അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സും ആഡ് ചെയ്താൽ നമുക്ക് 0 കിട്ടും. ഇപ്പോൾ വീൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സാണ് W', സോ അതിൻ്റെ സമ്മ് 0 ആണ്. കറക്റ്റ്. ശരിയാണോ നോക്കൂ? ശരിയാണ്, കാരണം എന്താ, അസോസിയേറ്റീവിലുമാണത്. നൈസ്. ശരിയാണോ? ആണ്, കാരണം എന്താ, ഈ W എന്ന് പറഞ്ഞാൽ W + Vക്ക് പകരം 0 എന്ന് എഴുതിയാൽ അവിടെ അത് ശരിയാണ്. കാരണം എന്താ, W എന്ന് പറഞ്ഞത് അതും വീൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സാണ്. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പം 0 കിട്ടും. ക്ലിയർ അല്ലേ? സോ ഇതും കറക്റ്റാണ്. ഇനി അടുത്തത് 0 + W' എനിക്ക് W' എഴുതിക്കൂടെ? എഴുതാം. 0 അഡിറ്റീവ് ഐഡൻറ്റിറ്റിയാണ്. സോ ആഡ് ചെയ്യുമ്പോൾ W' എന്ന് കിട്ടും. അപ്പോൾ എന്തായി, W = W', അല്ലേ? ഇവിടെ W ≠ W' ആയിരുന്നു, പക്ഷേ നമ്മൾ പ്രൂവ് ചെയ്തു W = W', കോൺട്രഡിക്ഷനായി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഈ അസംഷൻ ഒരു കോൺട്രഡിക്ഷനിലേക്ക് ലീഡ് ചെയ്യുന്നു. സോ ദിസ് അസംഷൻ ഈസ് റോങ്. ഒരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരേ ഒരു അഡിറ്റീവ് ഇൻവേഴ്സേ ഉണ്ടാവുള്ളൂ. അതായത് അഡിറ്റീവ് ഇൻവേഴ്സ് ഈസ് യുണീക്ക്. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ ഒരു സിമ്പിൾ പറയാണ്ട്. അപ്പോൾ ഒരു വെക്റ്റർ സ്പേസിൽ നിന്ന് ഒരു എലമെൻറ്റ് V എടുത്തു കഴിഞ്ഞാൽ ഈ Vക്ക് ഒരേ ഒരു അഡിറ്റീവ് ഇൻവേഴ്സേ ഉണ്ടാവുള്ളൂ. ആ അഡിറ്റീവ് ഇൻവേഴ്സിനെ നമ്മൾ എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്താൽ ഇങ്ങനെയാണ്, -V. അപ്പോൾ -V എന്ന് പറഞ്ഞാൽ എലമെൻറ്റിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സാണ്. അത് യുണീക്കാണ്, അത് ഒന്നേ ഉള്ളൂ. അവിടെ നമുക്ക് അതിനെ ഇങ്ങനെ ഒരു സിമ്പിളിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അത് നോട്ട് ചെയ്ത് കേട്ടോ. അടുത്ത റിസൾട്ട് പറയുന്നതിന് മുമ്പേ ഒരു നൊട്ടേഷൻ കൂടി പറയാനുണ്ട്. അതായത് നമുക്ക് വെക്റ്റർ സ്പേസിൽ സബ്സ്ട്രാക്ഷൻ കൊണ്ടുവരാൻ പറ്റും, സബ്സ്ട്രാക്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെക്റ്റർ സ്പേസിൽ 2 എലമെൻറ്റ്സ് എടുക്കുക, W-ഉം V-യും. ഈ W - V എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതായത് W + -V, അതായത് W-യും ഈ Vയുടെ അഡിറ്റീവ് ഇൻവേഴ്സും. ഇതിപ്പോൾ തൊട്ടുമ്പോൾ നമ്മൾ പറഞ്ഞു -V എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് Vയുടെ അഡിറ്റീവ് ഇൻവേഴ്സ്. അപ്പോൾ ഈ W എന്ന് പറഞ്ഞ എലമെൻറ്റും ഈ V എന്ന് പറഞ്ഞ എലമെൻറ്റിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സും തമ്മിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്യാം. ആ കിട്ടുന്ന റിസൾട്ടാണ് നമ്മൾ W - V ആയിട്ട് ഉദ്ദേശിക്കുക. അങ്ങനെയാണ് നമ്മൾ W - V ഡിഫൈൻ ചെയ്യുക. നമ്മൾക്ക് റിയൽ നമ്പേഴ്സിലെ സബ്സ്ട്രാക്ഷനും ഇങ്ങനെ ഡിഫൈൻ ചെയ്യാവുന്ന അതിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണത്, അല്ലേ? നമ്മളിപ്പം 5 - 3 എങ്ങനെയാണ് പറയാം, = 5 + -3 എന്ന് പറയാം, അല്ലേ? ഈ -3 3ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സാണ്, അല്ലേ? 5ന് 3 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ, 5നോട് 3ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആഡ് ചെയ്യുന്നതിന് തുല്യമാണ്. സോ അതിനോട് ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് ഈ ഡെഫിനേഷൻ വന്നത്. സോ അത് നോക്കി വെക്കാം. ഇനി നമുക്ക് അടുത്ത റിസൾട്ട് എഴുതാം. ഇനി അടുത്ത റിസൾട്ട് അത് വായിക്കുന്നതിന് മുമ്പേ നമ്മൾ വെക്റ്റർ സ്പേസിൻ്റെ സിമ്പിള് V എന്നിങ്ങനെ കാണുമ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞായിരുന്നു, ഒരു വെക്റ്റർ സ്പേസിന് 4 കാര്യങ്ങൾ പറയണം. ഒന്ന്, അതിൻ്റെ മെയിൻ സെറ്റ് V വേണം, പിന്നെ അതിൻ്റെ ഫീൽഡ് വേണം, പിന്നെ അതിൻ്റെ അകത്തൊരു അഡീഷൻ പറയണം, സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ പറയണം. ഇങ്ങനെ 4 കാര്യങ്ങൾ പറയുമ്പോഴേ ഒരു വെക്റ്റർ സ്പേസ് ആവുള്ളൂ. പക്ഷേ നമ്മൾ ചുമ്മാ അങ്ങനെ ഒരു V ഇത് കാണുമ്പോൾ V വെക്റ്റർ സ്പേസ് എന്ന് കാണുമ്പോൾ നിങ്ങൾ അസ്യൂം ചെയ്തോളണം ഇതിൻ്റെ പിറകിൽ ഒരു ഫീൽഡ് ഉണ്ട്, അതിൻ്റെ അകത്തൊരു അതുപോലെ തന്നെ ഈ Vയിലൊരു അഡീഷൻ ഉണ്ട്, പിന്നെ ഒരു സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട്. നമ്മൾ അസ്യൂം ചെയ്തോണം കേട്ടോ. അതെപ്പോഴും ഇങ്ങനെ പറയില്ല, പക്ഷേ പറയേണ്ട സാഹചര്യം ഉണ്ടാവും. ചിലപ്പോൾ ആ ഫീൽഡ് സ്പെസിഫിക് ആയിട്ട് റിയൽ നമ്പേഴ്സ് ആണെന്ന് പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ പറയുന്നത് ലെറ്റ് V be a വെക്റ്റർ സ്പേസ് ഓവർ R എന്ന് നമ്മൾ പറയും. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് അതിൻ്റെ ഫീൽഡോ അല്ലെങ്കിൽ അഡീഷനോ സ്കാലർ മൾട്ടിപ്ലിക്കേഷനോ ഒക്കെ സ്പെസിഫിക് ആയിട്ട് പറയേണ്ട കേസാണെങ്കിൽ നമ്മൾ അവിടെ അത് സ്പെസിഫിക് ആയിട്ട് പറയും. അല്ലാത്ത സമയത്ത് ഇങ്ങനെ V എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഇറ്റ് ഈസ് എ ജനറൽ വെക്റ്റർ സ്പേസ്. അതിൻ്റെ പിന്നിലൊരു ഫീൽഡും അതിൻ്റെ അകത്തൊരു അഡീഷനും സ്കാലർ മൾട്ടിപ്ലിക്കേഷനൊക്കെ ഉണ്ടാവും. സൈഡിൽ എൻ്റെ മോൻ ഇരുന്നിട്ട് ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് മോൻ്റെ സംസാരമൊക്കെ എടുക്കുകയും കേൾക്കും. അപ്പോൾ മൈൻഡ് ചെയ്യണ്ട കേട്ടോ. യെസ്. സോ അപ്പോൾ അങ്ങനെ റിസൾട്ട് വായിക്കാനുള്ളത്. ഇനി ഈ റിസൾട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ ഉണ്ടാവും. കാരണം 2 സൈഡിലും 0 ഉണ്ട്, അല്ലേ? ഈ 0 ഏത് 0 എന്നുള്ളൊരു പ്രശ്നം വരില്ല. കാരണം നമുക്കിപ്പം ഫീൽഡിലും ഒരു അഡീഷൻ ഉണ്ട്, വെക്റ്റർ സ്പേസിലും ഒരു അഡീഷൻ ഉണ്ട്, അല്ലേ? ഫീൽഡിലെ അഡീഷനും അപ്പോൾ ഒരു അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക 0 ഉപയോഗിച്ചിട്ടാണ്. വെക്റ്റർ സ്പേസിലെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുക 0 ഉപയോഗിച്ചിട്ടാണ്, അല്ലേ? അപ്പോൾ കൺഫ്യൂഷൻ അല്ലേ, ഈ 0 എവിടുത്താണ്, ഫീൽഡിലത്താണോ വെക്റ്റർ സ്പേസിലത്താണോ, ഈ 0 ഫീൽഡിലത്താണോ വെക്റ്റർ സ്പേസിലത്താണോ, അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ വരുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ, വരുമോ? പോസിറ്റീവ് ആലോചിച്ച് നോക്കൂ, അങ്ങനത്തെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ എന്താണ്, സ്കാലാർ മൾട്ടിപ്ലിക്കേഷനാണ്. V ഇപ്പം എന്തായാലും വെക്റ്ററാണ്, അപ്പോൾ ഇതിന് സ്കാലാർ മൾട്ടിപ്ലിക്കേഷനാണിത്. അപ്പോൾ ഈ 0 സ്കാലർ അല്ലേ, അപ്പോൾ ഫീൽഡിൽ നിന്നാണ്. അപ്പോൾ ഈ 0 ഒരു കൺഫ്യൂഷനും ഇല്ല, ഇറ്റ് ഈസ് ഫ്രം ഫീൽഡ്. ഇനി ഈ 0 നോക്കുക, സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ റിസൾട്ട് എവിടെ വരിക?
വിയിൽ തന്നെ അല്ലേ വെക്ടർ സ്പേസിലെ അഡീഷൻ്റെയും സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ്റെയൊക്കെ റിസൾട്ട് വെക്ടർ സ്പേസ് തന്നെ വരിക. അപ്പോൾ ഈ സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ്റെ റിസൾട്ടാണത്. അപ്പോൾ ഇതെവിടെ ഉണ്ടാവും? വിയിലുണ്ടാവും. അപ്പോൾ ഈ 0 വിയിൽ 0 ആണ്. അത് വിയിൽ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എലിമെൻ്റ് ആണിത് അല്ലേ. അപ്പോൾ ദിസ് 0 ഈസ് ഫ്രം ഫീൽഡ്, ദിസ് 0 ഈസ് ഫ്രം വി അല്ലേ. നൈസ്. ഇനി ഇതിൻ്റെ പ്രൂഫ് ഇത് സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പോസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്തു. ഞാൻ ഇവിടെ എഴുതാം. പ്രൂഫ് ഞാനങ്ങ് തുടങ്ങുകയാണ്. 0 ഇൻറ്റു വി അവിടെ തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ എവിടെ എത്തണം? 0ലേക്ക് എത്തണം, ഇവിടേക്ക് എത്തണം അല്ലേ. സോ ഞാൻ ഏതിനൊക്കെ ശരിയാണോ നോക്കൂ. ഈ 0ക്ക് പകരം 0 + 0 എന്ന് എഴുതാൻ പറ്റുമോ? പറ്റും. കാരണം എന്താ? 0 ഈ 0ക്ക് എന്താണ്? ഫീൽഡിലെ 0 കേട്ടോ. അപ്പോൾ ഫീൽഡിലെ 0 തന്നെ അവിടെ ഞാൻ ഉപയോഗിച്ചത്. സോ ഫീൽഡിലെ 0 അഡീഷൻ്റെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയതുകൊണ്ട് 0 + 0 യു വിൽ ഗെറ്റ് 0 ഇറ്റ് സെൽഫ്. കാരണം ഉത്തരം മാറില്ല. 0നോട് 0 ആഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് 0 ഇറ്റ് സെൽഫ്. സോ അടുത്തത് ശരിയാണോ നോക്കൂ. ആണ്. ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. അത് സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ്റെ 4 പ്രോപ്പർട്ടിപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ്. ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 0v = 0v + 0v എന്ന് കിട്ടി. ഇനി ഇവിടേക്ക് എത്തിയോ? എത്തിയില്ല. ഇനി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൊട്ടുമുമ്പ് പ്രൂവ് ചെയ്തില്ലേ, ഒരു വെക്ടർ സ്പേസിലെ ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അതിന് ആ വെക്ടർ സ്പേസിൽ ഒരു അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ 0v എന്ന് പറഞ്ഞ സാധനം, ഈ 0v എന്ന് പറഞ്ഞ സംഭവം വെക്ടർ സ്പേസിലുള്ള എലമെൻറ്റാണ് അല്ലേ. 0 എന്ന് പറഞ്ഞ സ്കാലറും വി എന്ന് പറഞ്ഞ എലമെൻറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് വെക്ടർ സ്പേസിൽ ഒരു എലമെൻറ്റ് കിട്ടും. അപ്പോൾ ഈ 0v ഈസ് എൻ എലമെൻറ്റ് ഇൻ വി. അപ്പോൾ അതിന് വെക്ടർ സ്പേസിൽ ഒരു അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവുമല്ലോ. അതിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? -0v ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും അല്ലേ. ഈ 0vൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ്. ആ അഡിറ്റീവ് ഇൻവേഴ്സോട് ഞാൻ 2 സൈഡിൽ ആഡ് ചെയ്യാൻ പോവാം. അപ്പം 0v അതിനോട് അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സായ -0v കൊണ്ട് ആഡ് ചെയ്യുക. ഒരുപാട് ബ്രാക്കറ്റ് ടൈപ്പ് ചെയ്യും. ഇവിടെ ഒരു ബ്രാക്കറ്റ് ആവശ്യമില്ലായിരുന്നു. ഓക്കെ, എങ്ങനെ അടുപ്പിച്ച് ചെയ്തിട്ട് കേട്ടോ. അടുത്ത് അപ്പോൾ ഈ സൈഡിൽ ആഡ് ചെയ്തു. ഇനി ഈ സൈഡിലും ആഡ് ചെയ്യാണ്ട് അല്ലേ. 0v + 0v അതിനോട് എന്ത് ആഡ് ചെയ്യണം? ഈ സംഭവം ആഡ് ചെയ്യണം. ഒരുപാട് ബ്രാക്കറ്റ്സ് ആയി പോയോ? നിങ്ങൾ മനസ്സിലാക്കട്ടോ. 2 സൈഡിലും ഞാൻ ഈ 0vയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് ആഡ് ചെയ്ത് കൊടുത്താണിത്. ഇവിടെ ആഡ് ചെയ്തു. ഇനി ഈ സൈഡിലുള്ളതാ ഈ സമ്മിനോട് അത് ആഡ് ചെയ്ത് കൊടുത്തു. ക്ലിയർ അല്ലേ? സോ ഇതും ഇതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടും? 0 കിട്ടും അല്ലേ. വെക്ടർ സ്പേസിൽ ഇതും വെക്ടർ സ്പേസിലെ എലമെൻ്റാണ്, ഇതും വെക്ടർ സ്പേസിലെ എലമെൻറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വെക്ടർ സ്പേസിലെ 0 കിട്ടും. ഇനി ഇവിടെ എന്ത് ചെയ്യുക? അസോസിയേറ്റീവ് ലോ അപ്ലൈ ചെയ്യുക. വെക്ടർ സ്പേസിലെ അഡീഷൻ അസോസിയേറ്റീവാണ്. അപ്പോൾ എന്ത് കിട്ടും? ഇതിന് 0v + 0v + -0v. ക്ലിയർ അല്ലേ? യെസ്. ബ്രാക്കറ്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഇതാ സ്വന്തമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. യെസ്. ഇനി ഇതും 0vയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് അല്ലേ ഇത്. അപ്പോൾ ഇത് ഇവർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ വെക്ടർ സ്പേസിൽ 0 കിട്ടും. സോ 0 = 0v + ഇവിടെ വെക്ടർ സ്പേസിൽ 0. ഇനി ഇത് വെക്ടർ സ്പേസിലെ 0 അല്ലേ, ഇത് വെക്ടർ സ്പേസിലെ എലമെൻറ്റും അല്ലേ. അപ്പോൾ തമ്മിൽ ഇത് അഡിറ്റീവ് ഐഡൻറ്റിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? 0v എന്ന് കിട്ടും അല്ലേ. അഡിറ്റീവ് ഐഡൻറ്റിറ്റി ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം മാറില്ല, 0v തന്നെ കിട്ടും. അപ്പോൾ എന്ത് കിട്ടി? 0v = 0. ക്ലിയർ ആണല്ലോ? ഇവിടെ ഡൗട്ടുകളുണ്ടാവും. അതന്നെ ഡൗട്ടുകളുണ്ടാവും. പോസ് ചെയ്തിട്ട് ശരിക്കും മനസ്സിലാക്കുക. ഡൗട്ടുള്ളവർ ചോദിക്കുക. ഞാൻ എൻ്റെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ ഉണ്ടാവും. അതൊക്കെ ഉപയോഗിച്ച് ഡൗട്ടൊക്കെ ചോദിക്കുക കേട്ടോ. യെസ്. ഇതൊക്കെ സ്വന്തമായിട്ട് അങ്ങ് ട്രൈ ചെയ്യുക. അതാണ് അതിൻ്റെ ഏറ്റവും നല്ലത്. അടുത്ത റിസൾട്ട് ഇത് കഴിഞ്ഞ റിസൾട്ടായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾ. ഇവിടെ ഞാൻ ഈ 0 പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. 0 ഈസ് ഫ്രം വി എന്ന്. കാരണം ഇവിടെ കഴിഞ്ഞ റിസൾട്ട് പോലെയല്ല 0 മനസ്സിലാക്കാൻ ഒരു പ്രയാസമുണ്ട്. കാരണം ഇവിടെ എ ഫീൽഡിൽ നിന്നാണ്. ഈ 0 വേണമെങ്കിൽ അതും ഫീൽഡിലെ 0 ആവാം അല്ലേ. അപ്പോൾ ഇങ്ങനെ റിസൾട്ട് ആവും. ഫീൽഡിലെ എയും ഫീൽഡിലെ 0യും മൾട്ടിപ്ലൈ ചെയ്താൽ ഫീൽഡിലെ 0 കിട്ടുമെന്ന് പ്രൂവ് ചെയ്യാനാവാമല്ലോ ക്വസ്റ്റ്യൻ. പക്ഷേ ഇവിടെ അതല്ല ചോദ്യം. ഈ 2 0യും വെക്ടർ സ്പേസിലെ 0 ആണ്. അപ്പോൾ നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടത് ഫീൽഡിലെ ഒരു എലമെൻറ്റും വെക്ടർ സ്പേസിലെ 0യും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ വെക്ടർ സ്പേസിലെ 0 കിട്ടുന്നതാണ്.
പ്രൂഫ് ഞാൻ ഇവിടെ മൊത്തം എഴുതിയിട്ടുണ്ടെങ്കിൽ സ്വന്തം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതിങ്ങനെ വായിച്ചിട്ട് കാര്യമില്ല, കഴിഞ്ഞ പ്രൂഫായിട്ട് ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ള പ്രൂഫാണ്. ജസ്റ്റ് അങ്ങ് തുടങ്ങി പിന്നെ A0 എന്നുള്ള എലമെൻറ്റിൽ അഡിറ്റീവ് ഇൻവേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെ അസോസിയേറ്റിവിറ്റി ഒക്കെ ഉപയോഗിച്ചിട്ട് ഞാനെങ്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ വായിച്ച് നോക്കുക. വായിക്കാന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ സ്വന്തമായി ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഇത് നോക്കുക, അങ്ങനെ മനസ്സിലാക്കുക കേട്ടോ. സോ ഇത് കഴിഞ്ഞു, ഇനിയൊരു റിസൾട്ട് കൂടെ കഴിഞ്ഞ് നമുക്ക് വീഡിയോ നിർത്താം. അടുത്തതൊരു ഇൻട്രസ്റ്റിംഗ് റിസൾട്ടാണ്. അതായത് നമ്മൾ വെക്ടർ സ്പേസിൽ നിന്ന് ഒരു എലമെൻറ്റ് വി എടുക്കുക, എന്നിട്ട് അതിന് ഫീൽഡിലെ -1 ഇല്ലേ, ഫീൽഡിൽ 1 അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവുമല്ലോ, അതാ -1 ഫീൽഡിലെ -1 കൊണ്ട് ആ വീനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ വിയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് കിട്ടും വെക്ടർ സ്പേസിൽ. മനസ്സിലായാലോ? -1 ഇൻറ്റു വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് വെക്ടർ സ്പേസിലെ എന്ന്. ക്ലിയർ അല്ലേ? ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് മനസ്സിലാക്കട്ടോ. സോ പ്രൂഫ് വളരെ എളുപ്പമാണ്. ഇത് പ്രൂവ് ചെയ്യാൻ ഇത്രേ വേണ്ടുള്ളൂ. -1 ഇൻറ്റു വി ഈക്വൽ ടു -v എന്നല്ല നമ്മൾ കാണിക്കേണ്ടത്. അതായത് -1 ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കാണിക്കണം, വിയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണെന്ന് കാണിക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്താൽ മതി, വിയും -1 ഇൻറ്റു വിയും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടുമെന്ന് കാണിച്ചാൽ പോരെ അല്ലേ? ഇതും ആഡ് ചെയ്യുമ്പോൾ 0ലേക്ക് എത്തണമെങ്കിൽ ഇതെന്താണ്, വിയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ്. പോസിറ്റീവ് മനസ്സിലാക്കണേ. ഇതും ഈ കക്ഷിയും തമ്മിൽ ആഡ് ചെയ്യുമ്പം 0ലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, ഇത് വിയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, -1 ഇൻറ്റു വി എന്താണെന്ന് അർത്ഥം, വിയുടെ അഡിറ്റീവ് ഇൻവേഴ്സ്. വിയുടെ അഡിറ്റീവ് ഇൻവേഴ്സിനല്ലേ നമ്മൾ -v എന്ന് വിളിക്കൽ. അപ്പോൾ ഇത് പ്രൂവ് ചെയ്താൽ ഇത് കിട്ടി അല്ലേ, ദിസ് ഗീവ്സ് ദിസ് അല്ലേ, ക്ലിയറാണോ? നമുക്ക് -1 ഇൻറ്റു വി ഈക്വൽ ടു -v പ്രൂവ് ചെയ്യാൻ വിയും ഈ സംഭവം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടുന്ന പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഇത് ഇതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് അല്ലേ. അതായത് ദിസ് ഈസ് ഈക്വൽ ടു വിയുടെ അഡിറ്റീവ് ഇൻവേഴ്സ്. ഇത് കിട്ടിയല്ലോ, ക്ലിയർ അല്ലേ? അപ്പോൾ അതാണ് എൻ്റെ ലക്ഷ്യം. അത് മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ നമുക്ക് പ്രൂഫ് കൊടുക്കാം. പ്രൂഫ് വളരെ ഈസിയാണ്. വി പ്ലസ് -1 ഇൻറ്റു വി ഈക്വൽ ടു 0ലേക്ക് എത്തിക്കണം അല്ലേ. സോ ദിസ് ഈ വിനെ 1 ഇൻറ്റു വി എഴുതാം, കാരണം ഇതൊക്കെ സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടിയിൽ ഗ്രൂപ്പിൽ എഴുതിയ വെക്ടർ സ്പേസ് ഡിഫൈൻ ചെയ്തപ്പോൾ നമ്മൾ എഴുതിയാണ് 1 ഇൻറ്റു വി ഈക്വൽ ടു വി. സോ പ്ലസ് -1 ഇൻറ്റു വി അങ്ങനെ തന്നെ എടുത്ത് എഴുതി. ഇനി ഇവിടെ ഇതിനെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉപയോഗിക്കുക, 1 പ്ലസ് -1 ഇൻറ്റു വി, ആ വി പുറത്തെടുക്കാം അല്ലേ. ഇനി 1 പ്ലസ് -1 അത് ഫീൽഡിലെ 0ലേക്ക് എത്തും അല്ലേ. 1ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സാണ് -1, അപ്പം അത് ഫീൽഡിലെ അഡിറ്റീവ് 0ലേക്ക് എത്തിക്കും. സോ 0 ഇൻറ്റു വി, ഇത് ഫീൽഡിലെ 0, സോ 0 ഇൻറ്റു വി. 0 ഇൻറ്റു വി 0 ആണ് നമ്മൾ തൊട്ട് മുമ്പേ അല്ല അതിൻ്റെ മുമ്പേ അല്ലേ പ്രൂവ് ചെയ്തു അല്ലേ. 0 ഇൻറ്റു വി ഈസ് ഈക്വൽ ടു 0 ഫോർ എവരി വി ഇൻ വി നമ്മൾ പ്രൂവ് ചെയ്താണ്. സോ നമുക്ക് എന്ത് കിട്ടി, വി പ്ലസ് -1 ഇൻറ്റു വി ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം എന്താ, ഈ കക്ഷി ഇയാളുടെ അഡിറ്റീവ് ഇൻവേഴ്സാണ്. അതാണ് നമ്മളിവിടെ പറഞ്ഞത്, ഇത് വിയുടെ അഡിറ്റീവ് ഇൻവേഴ്സാണ്. പ്രൂഫ് കംപ്ലീറ്റ് ആയല്ലോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ നമ്മൾ കുറച്ച് എക്സസൈസുകൾ ചെയ്യാം കേട്ടോ. അതായത് നമ്മൾ റെഫർ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കുകളിൽ ആർട്ടിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, പിന്നെ ലീനിയർ ആൾജിബ്ര ഡെൻഡ്രൈറ്റ്, അതിലൊക്കെ എക്സസൈസുകൾ നമ്മളിങ്ങനെ അതാത് സമയത്ത് ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോ അതിലേതെങ്കിലുമൊക്കെ എക്സസൈസുകൾ എടുത്ത് ചെയ്യും. ചില സമയത്ത് കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാൻ നോക്കും. എന്തായാലും ആ 2 ബുക്കിലെ എക്സസൈസുകൾ നമ്മൾ പ്രധാനപ്പെട്ട എല്ലാം നമ്മൾ ചെയ്തു തീർക്കും. ചിലപ്പോൾ വേറെ ബുക്കുകളിലത്തെ എക്സസൈസുകളൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്തിട്ട് ലാസ്റ്റാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലേക്കൊക്കെ പോകും കേട്ടോ.